കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ പാലക്കാട് പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6-ന് അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ് ഓരോ മുന്നണികളും. പാലക്കാട് മേലെ മുറിയിൽ നിന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം അരുൺ ആലത്തൂരിലേക്ക് പോകുന്നു. അരുൺ, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ആവേശത്തിലാണ് അണികളും പ്രവർത്തകരുമെല്ലാം. പാലക്കാട് അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുന്നു. പാലക്കാടിൽ ആവേശമല തല്ലുകയാണ്. പാലക്കാടിന്റെ ആവേശ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈകിട്ട് 6 മണിക്ക് പ്രചാരണം അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിന്റെ ഒരുക്കത്തിലാണ് ഓരോ മുന്നണികളും. പരസ്യ പ്രചരണത്തിന് മുന്നോടിയായുള്ള കുട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. പ്രമുഖരായ എല്ലാ നേതാക്കളും അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം.
പാലക്കാട് ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുന്നു. കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലാണ് പാലക്കാട്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട്. ഗോകുൽ ചേരുന്നു. ഗോകുൽ, പാലക്കാട് അതിൻ്റെ ആവേശം അണപൊട്ടി ഒഴുകിയിരിക്കുന്ന സാഹചര്യം. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരും അണികളുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ. വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലും വിജയപ്രതീക്ഷയിലും ഒക്കെയാണ് മുന്നണികളെല്ലാവരും. ആയിരക്കണക്കിന് പ്രവർത്തകർ ആയിരക്കണക്കിന് വാഹനങ്ങളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം പാലക്കാട് ഒന്നാകെ, പാലക്കോട് നഗരം ഒന്നാകെ, പാലക്കാട് നിയമസഭാ മണ്ഡലം ഒന്നാകെ മേലാമുറിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ വേണ്ടി സാധിക്കുക. ജനങ്ങളുടെ ഇവിടെ നിന്ന് പൂഴി വാരി നിലത്തെറിഞ്ഞാൽ നിലത്ത് വീഴാത്തത്രയും ജനസഞ്ചയം BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അത്രത്തോളം വളരെ വൈകാരികമായി BJP പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിച്ച മട്ടിലുള്ള പ്രവർത്തനവും പ്രകടനങ്ങളും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ NDA സ്ഥാനാർത്ഥിയായാൽ BJP തവണ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്, 100% കൂടി വിജയിക്കുമെന്ന് കഴിഞ്ഞൊക്കെ എന്തിന്റെ അടിസ്ഥാനം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സംസ്ഥാന ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പാലക്കാട് ആവേശം അണപൊട്ടിയിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന്റെ ഈ മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് അണികളും പ്രവർത്തകരുമാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. വിജയപ്രതീക്ഷയിലാണ് ഓരോരുത്തരും. വലിയ ആഹ്ലാദാരവം തന്നെയാണ് പാലക്കാട് എങ്ങും അലയടിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ റോഡ് ഷോയ്ക്കൊപ്പം K സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവരും അണിചേരുന്നുണ്ട്. BJPയുടെ പ്രചാരണം മേലാമുറിയിൽ നിന്നും ആരംഭിച്ച് വടക്കുംതറ, ചുണ്ണാമ്പുതറ, ജൈനിമേട്, ഒലവക്കോട്, കൽപ്പാത്തി, വലിയപാടം, പുത്തൂർ, രാമനാഥപുരം, മണലി, JN മഹൽ റോഡ് വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് സമാപിക്കുക. വലിയ രീതിയിലുള്ള പ്രചാരണവും കൊട്ടിക്കലാശത്തിൻ്റെ അവസാന മണിക്കൂറുകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും. അതിനു മുൻപുള്ള ആവേശത്തിലാണ് അണികളും പ്രവർത്തകരും. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. അത് സമാപിക്കുന്നിടത്താണ് ശിവദാസും അരുൺ ആലത്തൂറും ഒക്കെ നിൽക്കുന്നത്. ഈ റോഡ് ഷോ പോകുന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് നിരനിരയായി അഭിവാദ്യം അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുന്നു. റോഡെങ്ങും BJP പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡ് ഷോയിൽ അഭിവാദ്യം അർപ്പിക്കുന്നതിനായി വിജയപ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥിയും BJPയും. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് ക്രമീകരണം. അതായത് വടക്കുംതറ, ചുണ്ണാമ്പുതറ വഴി ഒലവക്കോട് വഴിയാണ് ഈ റോഡ് ഷോ വരിക. അത്തരത്തിൽ റോഡിന്റെ ഇരുവശത്തും എല്ലാം തന്നെ നിരവധി പ്രവർത്തകരാണ് അണിചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെയും UDFന്റെയും റോഡ് ഷോയും ഇതേ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. പ്രധാനമായും വലിയ പ്രചാരണങ്ങളിൽ തന്നെയാണ് 3 മുന്നണികളും ഉണ്ടായിരുന്നത്. ഇത്തവണ വലിയ ആവേശത്തിലാണ് NDA മുന്നണി ഈ മണ്ഡലത്തിൽ ഉടനീളം പ്രചാരണം നടത്തിയത്. തുടക്കം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഈ ഒരു മണ്ഡലത്തിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയത്. കാരണം അദ്ദേഹം നേരത്തെ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പാലക്കാട് ജില്ലയിൽ അമൃത് പദ്ധതി അടക്കം കൊണ്ടുവന്ന അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വലിയ പദ്ധതികൾ അടക്കം അദ്ദേഹം ഇവിടെ നടപ്പാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. അത്തരത്തിലുള്ള കൃത്യമായ വികസന കാഴ്ചപ്പാടോടുകൂടി തന്നെ
തന്നെയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം നടത്തിയത്. ഈ വികസന കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളുമായി പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ വലിയ ഒരു വോട്ടായി മാറും. ഇത്തവണ അത് കൃത്യമായി തന്നെ വോട്ടായി മാറും. അദ്ദേഹം വിജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് ഇരു മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിരവധി വിവാദ വിഷയങ്ങൾ അവരെ തുടക്കം മുതൽ തന്നെ വേട്ടയാടിയിരുന്നു. അതായത് തുടക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുതൽ തന്നെ സരിൻ വലിയ എതിർപ്പുമായി രംഗത്ത് വന്നു. പിന്നീട് സരിൻ തുടർച്ചയായി പത്രസമ്മേളനങ്ങൾ അടക്കം നടത്തി കോൺഗ്രസിനെ നിശിതമായി തന്നെ വിമർശിച്ചു. പിന്നീട് സരിനെ കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കി. അദ്ദേഹം ആണ് പിന്നീട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായത്. അങ്ങനെ നിരവധി വിവാദങ്ങൾ ഇടതുപക്ഷത്തും UDF-ലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിലടക്കം അത് വലിയ രീതിയിൽ അത് നിഴലിച്ചു. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ള ഒരു താഴെ തട്ടിലുള്ള മികച്ച ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആ ഒരു ആവേശം തന്നെയാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എല്ലാ പ്രവർത്തകരും ഒന്നടങ്കം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ നിരവധി പ്രവർത്തകരാണ് ഈ കൊട്ടിക്കലാശത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. വാദ്യമേളങ്ങൾ അടക്കം ഉള്ള സംവിധാനങ്ങൾ കൊട്ടിക്കലാശത്തിന് ഉണ്ട്. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ തന്നെയാണ് ഈ കൊട്ടിക്കലാശം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ, അതായത് ഇനി 2 ദിവസം മാത്രമാണ്. 20-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലുള്ള ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്. 6 മണിയോടുകൂടി ഈ പരസ്യ പ്രചാരണം അവസാനിക്കും. അതിനു മുൻപിലുള്ള അവസാന പ്രചാരണം ആവശ്യ കൊട്ടുമുടിയിലേക്ക് എത്തുന്ന കൊട്ടിക്കലാശം അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേലാമുറിയിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ച് ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, CK കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രൻ, ഘടകകക്ഷി നേതാവായ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള പ്രധാനപ്പെട്ട BJP-യുടെയും NDA-യുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ റോഡ് ഷോയിൽ പങ്കാളികളാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി ഉള്ളത്.